ഞാനൊരു പോസ്റ്റ് വായിക്കാം. ഞാൻ പറഞ്ഞത് രോഹിത് ശർമ്മേൻ്റെ താടിയെക്കുറിച്ചാണ്, അല്ലാതെ അവൻ്റെ തടിയെക്കുറിച്ചല്ല. നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്ത് എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? മധ്യനിരയിൽ കളിക്കുന്ന ബിസ്ക്കറ്റ് കീപ്പർ ബാറ്റർ KL രാഹുൽ ഗാന്ധിയെ ക്യാപ്റ്റനാക്കണം. കാരണം ഓൻ്റെ പേര് നല്ലതാണ്, കല്ലം പെരേരേത്. ശ്രീജിത്ത് പണിക്കർ ഇട്ട പോസ്റ്റാണ് ഇന്നലെ. പോസ്റ്റിൻ ഇടാനുള്ള കാരണം നമുക്കറിയാമല്ലോ. രോഹിത് ശർമ്മ നല്ല ക്യാപ്റ്റൻ അല്ല, രോഹിത് ശർമ്മയ്ക്ക് തടി കൂടുതലാണ്. അതായത് പാകിസ്ഥാൻ തോറ്റു, അതിനാണ് ഈ കിടന്ന് വിളിക്കുന്നത് ക്ഷമ ചേച്ചിക്ക് പാകിസ്ഥാനിൽ പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് ചാനൽ ചർച്ചയിലൊക്കെ ഇരുന്ന് ഘോര പ്രസംഗിക്കുന്നുണ്ട്. മോദി വന്നതിന് ശേഷം പാസ്പോർട്ട് പോലും പുതുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. ഈ ക്ഷമയ്ക്ക് എന്താണ് പ്രശ്നം? ആക്ച്വലി ക്ഷമയ്ക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ക്ഷമയ്ക്ക് പോലും മനസ്സിലാവാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം കോൺഗ്രസിൻ്റെ വക്താവ് സ്ഥാനം കിട്ടിക്കഴിഞ്ഞിട്ട് പോലും അത് വളരെ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയാത്ത ഒരാളാണ് ഷമാ മുഹമ്മദ്. പലപ്പോഴായിട്ട് ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുകയും ആ ചാനൽ ചർച്ചകളിൽ നിന്ന് പല തവണ വിഡ്ഢിത്തം പറയുകയും അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ ഇപ്പോൾ കോൺഗ്രസിലുള്ള സന്ദീപ് വാര്യർ തന്നെ പലതവണ എടുത്തുടുത്ത് കളഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ CPM-ൻ്റെ പ്രധാനപ്പെട്ട ചില ചർച്ചയ്ക്ക് വരുന്ന ആളുകളുണ്ട്. അവരോടും സ്ഥിരമായി തേലാണ് ആരുടെ പരിപാടി? ഷമാ മുഹമ്മദിൻ്റെ പരിപാടി. ശ്രീജിത്ത് പണിക്കരുമായിട്ടും നിരന്തരം ഏറ്റുമുട്ടുകയും അവിടെ ധീരമായി പരാജയപ്പെടുകയും ചെയ്ത ആളാണ് ഈ പറയുന്ന ഷമാ മുഹമ്മദ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ വക്താവ്. ഈ അടുത്ത് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൻ്റെ പുറത്ത് സംസാരിച്ച് വരുമ്പോൾ അവർ പറഞ്ഞു, ഏത് പട്ടിക്കും ഒരു നല്ല കാലം വരും, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒരു കാലം വരും എന്നാണ് പറഞ്ഞത്. അത് രാഹുൽ ഗാന്ധിയെ പട്ടിയോട് ഉപമിച്ചതാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം അവർക്ക് മലയാളം ഫ്ലുവൻ്റ് അല്ലാത്ത ഒരാൾ മലയാളം ചാനലിൽ വന്നിരുന്നു കൊണ്ട് ചർച്ചയ്ക്ക് പങ്കെടുക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന അബദ്ധമാണിത്. അത് കോൺഗ്രസ് പാർട്ടി തിരിച്ചറിഞ്ഞ് തിരുത്തിയിട്ടില്ല എങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നാണക്കേട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരെ ഈ പറയുന്നത് പോലെ ദേശീയ ചാനലുകളിൽ നന്നായിട്ട് ശശി തരൂരിനേക്കാൾ മികച്ച രീതിയിൽ ഇംഗ്ലീഷ് പറയുന്ന ഒരാളാണ് ഷമാ മുഹമ്മദ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൈഭവം ഇല്ലെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് അവരെ ദേശീയ ചാനലിൽ മാത്രം ചർച്ചയ്ക്ക് ഇരുത്തുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ അവിടെ നിന്നുള്ള ഈ ഊക്കലുകൾ മാത്രമേ ഏറ്റുവാങ്ങേണ്ടി വരികയുള്ളൂ, അല്ലാതെ കേരളത്തിൽ കോൺഗ്രസിന് വലിയ തലവേദന ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ ഒരു വിഷയത്തിന് ശേഷം മഹിളാ കോൺഗ്രസ് ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ദയവായി നിങ്ങൾ മലയാളം മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് പോവരുത് എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വരുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷമാ മുഹമ്മദിൻ്റെ ഏറ്റവും പുതിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ രോഹിത് ശർമ്മയ്ക്ക് തടിയുണ്ട് എന്നുള്ളതാണ്. രോഹിത് ശർമ്മയ്ക്ക് തടിയുണ്ടെങ്കിൽ ഷമാ മുഹമ്മദിന് എന്താണ് പ്രശ്നം? ഇവിടെ അത് നോക്കാൻ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആളുകളുണ്ട്, BCCI ഉണ്ട്. അവിടെ ഈ പറയുന്ന ഈ ക്രിക്കറ്റുമായൊക്കെ ബന്ധപ്പെട്ട് ഈ പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. ഈ യോയോ ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ഫിറ്റ്നസ് ടെസ്റ്റുകൾ പാസ്സായതിനു ശേഷമാണ് ഒരാൾക്ക് ക്യാപ്റ്റനൊക്കെ ആകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ നാളെ മുതൽ ഇന്നയാൾ ക്യാപ്റ്റൻ, ഓക്കെ ശരി ഞാൻ ക്യാപ്റ്റൻ, പോയി ക്യാപ്റ്റൻ ആവുന്നു, അങ്ങനെയല്ല. ക്യാപ്റ്റൻസിയെ ഒരു പ്രധാനപ്പെട്ട അതോറിറ്റി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ അതോറിറ്റിക്ക് കീഴിലുള്ള പല സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റുകൾക്ക് വിധേയമായി അവർ കഴിയുന്ന ഭക്ഷണം, പരിശീലന സമയത്ത് അവർ പറയുന്ന ഭക്ഷണം പോലും, അല്ലെങ്കിൽ അത് മാത്രമേ ഇവർക്ക് കഴിക്കാൻ പോലും പാടുള്ളൂ. അല്ല, സ്വന്തം പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയാത്ത ക്ഷമയോട് ക്രിക്കറ്റിലെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന രീതിയൊക്കെ പറയാൻ ക്ഷമയ്ക്ക് എന്ത് തേങ്ങ അറിയാനാ? അതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ നടക്കുന്ന ഒരു കാര്യത്തിന്റെ പുറത്ത് ഈ ഇദ്ദേഹത്തിന് തടി ഉണ്ടെങ്കിൽ അത് അവരുടെ നിബന്ധനകളൊക്കെ അനുസരിച്ചുള്ള തടിയായിരിക്കാം. ഇനി പാകിസ്ഥാന്റെ മുൻ ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം വളരെ തടിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ശ്രീലങ്കയുടെ ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു, അദ്ദേഹം തടിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു. ഈ തടിയല്ല ഫിറ്റ്നസിന്റെ, മെലിച്ചിലോ തടിച്ചിട്ടുള്ളതോ ആ ഒരു രീതിയല്ല നമ്മൾ ഫിറ്റ്നസ് നോക്കുന്നത്. അല്ല, ഇമ്രാൻഖാൻ അല്ല, ഈ തടിച്ചിട്ടുള്ള ആ രീതി അല്ല ഇതാക്കുന്നത്. ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയയിലേക്ക് അകത്ത് ഉൾപ്പെടുന്ന ആ ഫിറ്റ്നസ് ടെസ്റ്റിൽ വിജയിക്കുന്ന ആളുകൾക്ക് ഫിറ്റ്നസ് ഉണ്ട് എന്ന് വിലയിരുത്തുന്നുണ്ട്. അല്ലാതെ ഷമാ മുഹമ്മദ് ഇവിടെ ഇരുന്നുകൊണ്ട് കണ്ടുകൊണ്ട് സ്കാൻ ചെയ്ത ഇയാൾക്ക് തടിയനാണ്, ഇയാൾക്ക് ഫിറ്റ്നസ് ഇല്ല എന്ന് പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ ഷമയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് പാകിസ്ഥാനെതിരെ വലിയൊരു പോരാട്ടം ഇന്ത്യ നടത്തി വിജയിച്ചിരിക്കുന്നു. അത് ഷമാ മുഹമ്മദിന് കൊണ്ടു. സത്യം പറയുകയാണെങ്കിൽ ഷമാ മുഹമ്മദൊക്കെ ഈ പാകിസ്ഥാനിലേക്ക് പോയിക്കോന്ന് പറഞ്ഞ ആളല്ല. കാരണം അവർ ഇന്ത്യയിൽ ജീവിക്കുന്നതാണല്ലോ. പക്ഷെ ഇവരുടെ പെരുമാറ്റം കാണുമ്പോൾ ഇവർ പാകിസ്ഥാനാണോ ഇവരുടെ മാതൃരാജ്യം എന്ന് തോന്നിപ്പോകുന്നുണ്ട്. കാരണം പാകിസ്ഥാന് തോൽപ്പിച്ചതിൻ്റെ പുറത്ത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ടീമിലെ ക്യാപ്റ്റനെ കുറിച്ച് വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തിയിട്ട് വിമർശിക്കുക. ഇനി ആ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ച് എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാന്യമായ ഭാഷയിൽ അത് പറയാം.
അത് ആരും ആക്സെപ്റ്റ് ചെയ്യും കൂടെ. പക്ഷെ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ഇവർക്ക് എന്താണ് ഇതിന്റെ ഒരു അർഹത എന്ന് പറയുന്നത്? മാപ്പൊക്കെ പറഞ്ഞ രംഗത്തെത്തിയിട്ടുണ്ട്. മാപ്പ് പറഞ്ഞ രംഗത്തെത്തിയില്ലെങ്കിൽ പണിയാണ്. രാഹുൽ ഗാന്ധി വിളിച്ച് വരട്ടിയിട്ടുണ്ടാവും, എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. എനിക്ക് ഇവിടെ ഒന്നുമില്ലാതെ കിടക്കാം, ഗാർഗെ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, DK എപ്പോഴാണ് BJP-യിലേക്ക് പോണതെന്ന് അറിഞ്ഞുകൂടാ, ഓരോരുത്തരും ഓരോ വഴിക്കൂടെ ഓടിക്കൊണ്ട് ഇടയ്ക്കിടെ പാർട്ടിക്ക് സ്ഥാനമാനങ്ങളില്ല, മറ്റ പൂജ്യത്ത് നിൽക്കുന്ന എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പട്ടായയിൽ പോകാൻ പറ്റുന്നില്ല, വിയറ്റ്നാമിലോ തായ്ലൻഡിലോ പോവാൻ പറ്റുന്നില്ല, അതിനിടയ്ക്ക് നിന്റെയും കൂടി ശല്യം എനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഷമാ മുഹമ്മദ് പിൻവലിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ പറയുന്നത് തടിയെ കുറിച്ചല്ല, തടിയെ കുറിച്ചല്ല താടിയെ കുറിച്ചാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊന്നും മറുപടി പോലും പറയേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഷമാ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, ഒരു ഇലക്ഷന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു വിപ്ലവം കേരളത്തിലെ കോൺഗ്രസിലൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു. കേരളത്തിലെ കോൺഗ്രസിൽ വനിതാ പ്രാതിനിധ്യമില്ല, ഞാൻ മികച്ചൊരു വനിതയാണ്, എനിക്ക് സീറ്റ് തന്നില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരത്തിന്റെ പ്രശ്നം. അല്ലാതെ മറ്റു വനിതകൾക്ക് സീറ്റ് കിട്ടാത്തതല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞപ്പോൾ കേസുകാരൻ ചോദിച്ചു ഏത് ക്ഷമ, ആരുടെ ക്ഷമ എന്ന് ചോദിച്ചപ്പോ അതോടെ നിർത്തിയതാണ് ഈ പരിപാടി. അതെ, അന്ന് അതോടെ നിർത്തിയതാണ് ഈ പരിപാടി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ടും കേരളത്തിലെ ചില മാധ്യമങ്ങൾ അവർക്ക് വളരെ പ്രിയപ്പെട്ടതാണ്, പക്ഷെ പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. വിലക്കുണ്ടല്ലോ. എന്നാൽ പോലും എവിടെയെങ്കിലും ഒക്കെ ഒരു എന്താണ് ചർച്ച ചെയ്യപ്പെടുക. താൻ പിന്നെ എപ്പോഴും ഇങ്ങനെ ലൈം ലൈറ്റിൽ നിറഞ്ഞു നിന്നാലല്ലേ അടുത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോ എവിടെയെങ്കിലും ഒരു സ്ഥാനം കിട്ടുള്ളൂ. അത് മാത്രം ഇവർക്കൊക്കെ അതാണല്ലോ. അതെ, മാത്രമല്ല അത് മലബാറിലൊക്കെ മത്സരിക്കുന്ന സമയത്ത് ഇവർക്ക് സുഡാപ്പികളുടെ വോട്ട് കിട്ടും എന്നുള്ള ധാരണ കൊണ്ടായിരിക്കാം ഒരു തരത്തിൽ ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഇവർ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ ഇവർ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് ഇത് ഇന്ത്യയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും അതിലൊക്കെ അപ്പുറത്തേക്ക് ദേശീയ ബോധമുള്ള ഒരു ജനതയാണ് ഇവിടെ ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും തീവ്രവാദവും അതുപോലെ തന്നെ മതവും ഒക്കെ ഇവിടെ വരുന്നുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തത്, ഷമാ മുഹമ്മദിന്റെ ഒരു കാര്യം നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാൽ അവര്, ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും ഈ ഫ്ലുവൻ്റ് അല്ലാത്ത ഭാഷയിൽ സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് പക്ഷേ അവരത് ഉൾക്കൊള്ളുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഉൾക്കൊള്ളാതെ വന്നിരുന്ന് ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്നിട്ട് കോൺഗ്രസിനെ നിരന്തരമായിട്ട് ഇങ്ങനെ ഇപ്പം BD സതീശനൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ഭഗവാനെ ഇനി ഇതിന് ഞാൻ മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന് ഇങ്ങനെ BD സതീശൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. കാരണം രക്ഷയില്ല ഇവർക്കൊന്നും. അപ്പൊ അത് കൃത്യമായി നിയന്ത്രിക്കേണ്ടതും പരിഗണിക്കേണ്ടതും ആരാണ്? ഈ പറയുന്നത് പോലെ കോൺഗ്രസ് തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസ് ചെയ്യണം, അതുപോലെ തന്നെ ഹൈക്കമാൻഡ് ചെയ്യണം. എന്തായാലും ശ്രീജിത്ത് പണിക്കർ വളരെ കൃത്യമായ മറുപടി ഷമാ മുഹമ്മദിന് കൊടുത്തിരിക്കുന്നു. ഷമയെ ഒന്ന് അലക്കി തേച്ച് വെളുപ്പിച്ച് ഒന്ന് ടാറിൽ മുക്കി എടുത്ത് വെളുപ്പിച്ചതിന് ശേഷം അദ്ദേഹം ടാറിലൊക്കെ ഒന്ന് പൊതിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ. എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റോട് കൂടി ഷമാ മുഹമ്മദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയെങ്കിലും ഇത്തരം വിഡ്ഢിത്തം പറയാതിരിക്കുക. ഇതിൽ പക്ഷേ ക്ഷമ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത് ഒരു രാജ്യവിരുദ്ധ എലമെന്റിന്റെ കൂടെ കാര്യമാണ്. രാജ്യവിരുദ്ധ എലമെന്റും കൂടെ പറഞ്ഞ കാര്യത്തിലുണ്ട്. കാരണം നമ്മുടെ ശത്രു രാജ്യമായി നിൽക്കുന്ന പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു ക്രിക്കറ്റ് ടീമിന്റെ പുറത്ത് അതിൽ വിജയിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം സംസാരിച്ചത് എന്നുകൊണ്ട് തന്നെ ആദ്യം നമ്മുടെ രാജ്യം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തു എന്ന കാര്യം കൂടെ ആലോചിക്കുക, ക്ഷമ ആലോചിക്കുക. അത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ വിമർശിച്ചത് കൊണ്ടല്ല. ഈ സമയത്ത് ഇത്തരത്തിലുള്ള വിമർശനം വരുമ്പോൾ അത് പാകിസ്ഥാൻ അനുകൂലമാണോ എന്ന് പലരും ചിന്തിച്ചേക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ചിന്ത വരുന്നത് പോലും ഈ പറയുന്ന ഷമാ മുഹമ്മദിനെ പോലുള്ള ആളുകൾക്ക് പറ്റുന്ന വലിയ തെറ്റാണ്.